സംബന്ധിച്ചിടത്തോളം ഇറാനിൽ എവിടെ ബോംബിട്ടു അല്ലെങ്കിൽ ഇസ്രായേലിൽ ബോംബിട്ടു ഇതൊന്നും അവർക്ക് വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോ സിലിണ്ടർ കിട്ടും, എന്തുകൊണ്ട് സിലിണ്ടറിന് താമസമുണ്ടോ, അതിന് വില കൂടുമോ, അല്ലെങ്കിൽ എന്തൊക്കെ ഞങ്ങൾ ചെയ്യണം. ഈ ഓരോ ഗ്യാസ് ഏജൻസിയിലും മസ്റ്ററിങ് എന്നൊരു സംഭവം ഉണ്ട്. KYC നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പേയ്മെന്റ് കിട്ടില്ല. ഈ മസ്റ്ററിങ് ചെയ്യണം. OTP സിസ്റ്റത്തിൽ കൂടിയാണ് ഇപ്പോൾ സിലിണ്ടേഴ്സ് കിട്ടുന്നത്. ടു എൻഷുർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ സിലിണ്ടർ. അത് ഈ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ച് ആണെങ്കിൽ ചിലപ്പോൾ OTP കിട്ടുന്നുണ്ടാവില്ല. അത് വിളിച്ചു പറഞ്ഞ് അത് ആ സിലിണ്ടർ മേടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഈ ഇന്ത്യയിൽ തന്നെ ഉള്ള എല്ലാ റിഫൈനറികളും 30% പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട് LPG യെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ LPG അവൈലബിലിറ്റി കൂടിയിട്ടുണ്ട്. ആ LPG അവൈലബിലിറ്റി കൂടിയത് കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഡൊമസ്റ്റിക്കിന് ഇഷ്യൂ ഇല്ല. ഡൊമസ്റ്റിക് കിട്ടാനായിട്ട് ബില്ല് ചെയ്തതിന് ശേഷം ഒരു 25 ദിവസം വരെ കഴിഞ്ഞതിന് ശേഷം ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്താൽ ഉടനടി വീണ്ടും നിങ്ങൾക്ക് കിട്ടും. അത് ബുക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ നിങ്ങളുടെ താല്പര്യത്തിന് നിങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വരും.